മക്കളെ, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സംഭാഷണത്തെ കുറിച്ചിട്ടാണ്. സംഭാഷണം എങ്ങനെ എഴുതാം, അതിനൊരു മോഡലാണ് മിസ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സംഭാഷണം എഴുതാനുള്ളവരൊക്കെ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചോളൂ കേട്ടിന്. ആദ്യം തന്നെ പറയുന്നത് ഒരു സംഭാഷണത്തെ കുറിച്ചിട്ടാണ്. സംഭാഷണം ഏതാണെന്ന് നമുക്ക് നോക്കാം. സംഭാഷണം പൂരിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് പടത്തിലാണെന്ന് നോക്കാം. ഛാത്രഹ പറയാണ്, ഭോ ആചാര്യ, ആചാര്യ നമസ്തേ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏത് സംഭാഷണം വരുവാണെങ്കിൽ അതിൽ ആചാര ഉപചാര ശബ്ദങ്ങൾ കൊടുക്കണം. അഥവാ നമസ്തേ, ഇനിയിപ്പോൾ ഉച്ചയാണെങ്കിൽ അതിൻ്റെത്, അതുപോലെ വൈകുന്നേരമാണോ രാത്രിയാണോ എന്താണോ നമസ്തേ എന്ന് പറഞ്ഞ് മാത്രമേ തുടങ്ങാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അല്ലെ. ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ നമസ്തേ എന്ന് പറയും. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമസ്തേ എന്ന് തിരിച്ചു പറയുന്നു. അപ്പൊ നമസ്തേ എന്ന് തിരിച്ചു പറയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചോദിച്ചിരിക്കണം, നമസ്തേ എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ തിരിച്ചും നമസ്തേ എന്ന് പറയത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് കിമർത്ഥമാഘതവാൻ, എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് കുട്ടി പറയുന്നുണ്ട്, ഉത്തരം എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഉത്തരം എന്താണെന്ന് ശ്രദ്ധിക്കുക. കുട്ടി പറയുന്നത് അഹം ഔഷധ സസ്യം അധികൃത്യ നാദം അവഗതോസ്മി, ഞാൻ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. ആഗതോസ്മി അല്ലെ, ഞാൻ വന്നു. ആഗതോസ്മി, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നത് ഔഷധ സസ്യങ്ങളെ കുറിച്ച് അറിയാനാണ്. നമ്മൾ എന്ത് ചോദിക്കണം, കിമർത്ഥമാഗത, കിമർത്ഥം, എന്തിനു വേണ്ടിയാണ്, ആഗത നീ വന്നത്, എന്തിനു വേണ്ടി വന്നു എന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ, അടുത്തത് വൈദ്യൻ ചോദിക്കാണ്, പൃച്ഛതു അഹം വദാമി, ഞാൻ പറയാം, നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഛാത്രഹ, അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള ആൻസറിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ആൻസറിലേക്ക് നോക്കാം. വൈദ്യൻ പറയാണ്, ആം കൈരള്യാം ഇതാനീമപി ഔഷധ സസ്യാനാം സചിത്ര വിവരണ ഗ്രന്ഥ വിരചയന്തേ. കൈരള്യാം, മലയാളത്തില് ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ചിത്ര വിവരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുസ്തകം വിരചയന്തേ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം എന്ത് ചോദിക്കണം, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ, എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. കൈരള്യാം, അപ്പൊ നമ്മൾ എന്താണ് മക്കളെ ചെയ്യുന്നത്, ആ സെന്റൻസ് അങ്ങ് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. കൈരള്യാം ഇധാനീം അഭി ഔഷധ സസ്യാനം സചിത്ര വിവരണ ഗ്രന്ഥാഹ വരെ നമ്മൾ എടുക്കുന്നു. വിരചയന്തേ എന്ന് പറഞ്ഞാൽ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. എന്നിട്ട് വിരചയന്തേ എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ വാ എന്ന് ചേർക്കുന്നു. ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ആകെ ആഡ് ചെയ്തൊരു സാധനം, വാ എന്നുള്ളതാണ്. തൊട്ടടുത്ത ആൻസർ എന്താണെന്ന് നിങ്ങൾ നോക്കുക. അതിനനുസരിച്ച് അതിലുള്ള കാര്യങ്ങൾ തന്നെ എഴുതി ക്വസ്റ്റ്യൻ ടാഗ്സ് മാത്രം വെച്ചാണ് നിങ്ങൾ സംഭാഷണം പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, സംഭാഷണത്തിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ് ആൻസർ ആണ് നിങ്ങൾ എഴുതാൻ വരുന്നതെങ്കിൽ ആൻസർ ക്വസ്റ്റ്യൻ നോക്കുക, അതിന് ആൻസർ എന്തായി വരും എന്നുള്ള കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അടുത്തതായി പറയുന്നത് ഛാത്രഹ, കുട്ടികൾ പറയാണ്, ഏവം ചെയ്ത് കസ്യചിത് ഗ്രന്ഥസ്യ നാമ കൃപയാ വദതു, അങ്ങനെയാണെങ്കിൽ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞാലും. ഔഷധ സസ്യ സംഘം അല്ലേ, അത് പറയുന്നുണ്ട്. പിന്നെ പറയാണ്, വൈദ്യം പറയുന്നു, ഡോക്ടർ എസ് നേശമണി മഹോദയ ഭവതി അസ്യ ഗ്രന്ഥസ്യ കർത്ത, ഗ്രന്ഥത്തിന്റെ കർത്താവാണ് നേശമണി എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചോദിക്കണം, ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാലല്ലേ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇന്നയാളാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ചോദിക്കുന്നത്. തസ്യ കർത്താകഹ, അതിന്റെ കർത്താവ് ആരാണ് എന്ന് നമ്മൾ ചോദിക്കുന്നു അല്ലെ, കുട്ടികൾ ചോദിക്കുന്നു. അതിനുള്ള ആൻസർ കൊടുക്കുന്നു. അതിനുശേഷം ഉത്തരത്തിലേക്ക് വരാം. ഈ ഒരു ഉത്തരം നോക്കാം. അസ്യ പ്രകാശകഃ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭവതി, അതിന്റെ പ്രകാശകൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിന്റെ പ്രകാശകൻ എന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് നമ്മൾ ചോദിക്കും, ഗ്രന്ഥസ്യ പ്രകാശകഃ കഃ, പ്രകാശസ്യ അല്ലെ, ഗ്രന്ഥസ്യ പ്രകാശകഃ കഃ, ആരായിരുന്നു ഗ്രന്ഥത്തിന്റെ പ്രകാശകൻ എന്ന് നമ്മൾ ചോദിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ. ആൻസർ നിങ്ങൾ ആദ്യം വാച്ച് ചെയ്യുക. അതിന് അനുസരിച്ചിട്ട് അതിലുള്ള സെന്റൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ സംഭാഷണം പൂരിപ്പിക്കേണ്ടത്. പുറത്തുനിന്നുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇട്ട് സംഭാഷണം പൂരിപ്പിക്കേണ്ട, ചെറിയ ചെറിയ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭാഷണത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വേറൊരു സംഭാഷണം നമുക്ക് നോക്കാം. ഇതും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠത്തിലെ ഒരു സംഭാഷണമാണ്. കുട്ടി പറയാണ്, ഭോ ആചാര്യ സുപ്രഭാതം, സുപ്രഭാതം എന്ന് പറയുന്നു, തിരിച്ചും സുപ്രഭാതം പറയുന്നു. കുതഹ ആഗച്ഛതി, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിനുശേഷം പറയുന്നുണ്ട്, സമീപ
സ്ഥാത് ഉച്ചവിദ്യാലയാത് ആഗതോസ്മി. ഞാൻ അവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ടത് കുതഹ. കുതഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുതഹ. കുതഹ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്. എവിടെ നിന്നാണ് എന്നാണ് കേട്ടോ. കുതഹ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്. അപ്പൊ സമീപസ്ഥാത് സമീപത്തിൽ നിന്ന്. ഓക്കെ. അസ്തു കിമർത്ഥമാഘത എന്തിനു വേണ്ടി വന്നു? വീണ്ടും പറയണം, അനുഷ്ഠാന കലയെ കുറിച്ച് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നു. ഓക്കെ. വദാമഹം ഞാൻ പറയാം. എന്നിട്ട് പറയാണ് സുകുമാര കലാരൂപാണി യത്ര ആരാധനായ സഹ സംയോജയന്തി തഥ അനുഷ്ഠാന കല ഇതി വ്യവഹ്രിയന്തെ. അല്ലെ, സുകുമാര കലാരൂപമായിട്ടുള്ള ആരാധന ആണ് അനുഷ്ഠാന കല എന്ന് പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതിനുശേഷം വരുന്ന ചോദ്യം ഉത്തരം എന്താണെന്ന്, ദ്വിത്രാണി സുകുമാര കലാരൂപാനി വധതു. സുകുമാര കലകളെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞാലും എന്ന് പറയുന്നുണ്ട്. അപ്പൊ സോപാന സംഗീതം, കലമെഴുത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ധന്യവാദം സമർപ്പയാമി എന്ന് പറയുന്നു. ധന്യവാദം ഞാൻ സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു എന്നല്ല പറഞ്ഞത്. നന്ദി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാം. അപ്പം സമർപ്പിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് സമർപ്പിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. ആരെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തന്നാൽ നമ്മളത് സ്വീകരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്വീകരോമി എന്നാണ് പറയേണ്ടത്. ഞാൻ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ സംഭാഷണം പൂർത്തിയാക്കേണ്ടത്. സംഭാഷണം പൂർത്തിയാക്കാൻ ഇനി ഒരു ടഫായിട്ട് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി പാടില്ല മക്കളെ. നന്നായിട്ട് എന്ത് ചെയ്യുക? എക്സാമിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. യെസ്.